ഇപ്പോൾ കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു നമ്മൾ. SNDP യോഗത്തിൽ ഇടപെടാൻ CPIM ശാഖാംഗങ്ങളുടെ യോഗം വിളിക്കാൻ CPIM തീരുമാനിച്ചിരിക്കുന്നു. യൂണിയൻ അടിസ്ഥാനത്തിലാണ് യോഗം വിളിക്കാൻ CPIM സംസ്ഥാന സമിതി തീരുമാനിച്ചത്. ശാഖകളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കൾ യോഗത്തിന് മുൻകൈയെടുക്കും. നേതൃത്വത്തിൽ അസംതൃപ്തി ഉള്ളവരെയും സഹകരിപ്പിക്കും. SNDPയിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാനാണ് ധാരണ. ആർ ശ്രീജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ ശ്രീജിത്ത്, ശാഖകളിലേക്ക് ഇറങ്ങി ശാഖകൾ RSS ശാഖകൾക്ക് സമാനമായി പോകാതിരിക്കാനുള്ള ഒരു തടയിടലാണോ CPIMന്റെ ലക്ഷ്യം? സുജയ, SNDP യോഗം നേതൃത്വത്തിലെ RSS ആധിപത്യം തടയുക, അതിന് ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CPIM സംസ്ഥാന കമ്മിറ്റി നിർണായകമായ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ BDJSന്റെ രൂപീകരണ സമയത്ത് SNDP യോഗത്തോടൊരു തുറന്ന യുദ്ധം CPIMന്റെ സംസ്ഥാന നേതൃത്വം അന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ആ നീക്കത്തിന് തളർച്ചയുണ്ടായി. അത് പിന്നീട് ആ നീക്കവുമായി CPIM മുന്നോട്ട് പോയില്ല. അന്ന് ചേർത്തലയിലും മറ്റും ശക്തമായ ഇടപെടൽ SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ തട്ടകത്തിൽ തന്നെ ശക്തമായ ചില എതിർപ്പുകളും മറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പിന്നീട് അങ്ങ് നിർജ്ജീവമായി. ഇപ്പോൾ വീണ്ടും SNDPക്കെതിരെ ഒരു പോർമുഖം തുറക്കാൻ തന്നെയാണ് CPIM തീരുമാനം. അതിന് കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SNDP യോഗത്തിലെ ഒരു വിഭാഗം ആളുകൾ BJPക്ക് RSSന് സഹായകരമായ നിലപാടെടുത്തു എന്ന വിമർശനമാണ്. ആ വിമർശനം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിലടക്കം തുറന്നു പറഞ്ഞിരുന്നു. എന്തായാലും SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടാൻ CPIM തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ശാഖാ യൂണിയനുകളുടെ അടിസ്ഥാനത്തിൽ SNDP ശാഖാംഗങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. SNDP ശാഖാ നേതൃത്വങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ, പാർട്ടി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ യോഗം വിളിക്കുക. ഈ യോഗങ്ങളിൽ SNDP യോഗത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ധാരണയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും SNDP യോഗത്തിൽ നിർണായകമായ ഇടപെടൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് CPIM. ഇത് ജില്ലാ കമ്മിറ്റികളിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങുകളും ഇതേപ്പറ്റിയുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ CPIM നൽകുന്നുണ്ട്. ഇതിൽ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തി അല്ലെങ്കിൽ അനുനയിപ്പിച്ച് കൂടെ നിർത്തുന്ന പഴയ ഫോർമുലകൾ അത് ഫലം കാണില്ല എന്നുകൂടി പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നുണ്ടോ? അതുകൊണ്ട് മുഴുവനായി പോകുന്നതിന് മുൻപ് കുറച്ചെങ്കിലും ഇപ്പുറത്തേക്ക് ചേർത്ത് നിർത്തുക, ഒരു ബണ്ട് നിർമ്മിക്കുന്നത് പോലെയുള്ള ഒരു രക്ഷാപ്രവർത്തനമാണോ ശ്രീജിത്ത് ഇത്? സുജയ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SNDPയിലെ ഒരു വിഭാഗം ആളുകളുടെ വോട്ട് BJPക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു എന്ന് CPIM വിലയിരുത്തുന്നു. എക്കാലവും CPIMന്റെ അടിസ്ഥാന വോട്ട് ബാങ്കാണ് SNDP വിഭാഗം, ഈഴവ വിഭാഗം. ആ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വിള്ളൽ വന്നതാണ് ഇത്തരമൊരു ഇടപെടലിന് CPIMനെ പ്രേരിപ്പിച്ചത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചൊന്നും CPIM ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടില്ല. എന്തായാലും SNDP യോഗത്തിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാനുള്ള തീരുമാനമെടുക്കുമ്പോൾ ശാഖാ യൂണിയനുകളിൽ പലതും ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് എന്ന കാര്യം CPIM ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി പരമാവധി 6 മാസമാണ്. അതിനകത്ത് തെരഞ്ഞെടുപ്പ് നടത്തി മറ്റ് ജനാധിപത്യ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നാണ് യോഗത്തിൻ്റെ ബൈലയിലും മറ്റും പറയുന്നത് എന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ SNDP യോഗത്തിൽ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികൾ രൂപീകരിച്ച് പാർട്ടി അനുഭാവികളെ, പാർട്ടിയോട് അടുപ്പമുള്ള ആളുകളെ മാറ്റിക്കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ നിയമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത്തരം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികൾ പലയിടത്തുമുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികളെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് യോഗം നേതൃത്വത്തിന് കനത്ത വെല്ലുവിളിയായി മാറും. അപ്പോൾ CPIM പോലൊരു പ്രസ്ഥാനം ആ നിലയ്ക്ക് ഇറങ്ങുമ്പോൾ SNDP യോഗത്തിനും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ നിലയ്ക്ക് അവരെ അനുനയിപ്പിക്കാൻ കഴിയും, വരുതിയിലാക്കാൻ കഴിയും എന്ന ഒരു ചിന്തയും ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇക്കാര്യത്തോടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം എന്താണ്? SNDP യോഗം ഭാരവാഹികളുടെ പ്രതികരണം എന്താണ്? അതിൽ തന്നെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയാണോ ഈ നീക്കം നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങുന്നത് എന്നതുകൂടി നമുക്ക് അടുത്ത ഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആർ ശ്രീജിത്ത്, റിപ്പോർട്ടറിന്റെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത പങ്കുവച്ചത്. SNDP യോഗത്തിൽ ഇടപെട്ട് ശാഖകളുടെ യോഗം വിളിക്കാൻ CPIM തയ്യാറെടുക്കുന്നു.